ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമം വേദയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ കൂട്ടത്തിൽ വിക്രമ ചോദിക്കുന്നുണ്ട് വേദനോട്, നിന്റെ നക്ഷത്രം എന്താന്ന് ചോദിക്കുകയാണേ. എന്തിനാന്ന് ചോദിക്കട്ടോ, അല്ല ജന്മ നക്ഷത്രവും ജന്മ സമയം ഒക്കെ അറിഞ്ഞിരിക്കാനാന്ന് പറയട്ടോ. എന്തിനാ, വീണ്ടും താലി കെട്ടാനാണോ? എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. 3 തവണ താലി കെട്ടി, എന്നിട്ടും എനിക്ക് സമാധാനത്തോടുകൂടി ആ താലിക്ക് എൻ്റെ കഴുത്തിൽ വീടാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. അന്നേരം വിക്രം പറയും 3 അല്ല 4 തവണ അച്ഛമ്മരെ വീട്ടിൽ വെച്ചിട്ട്, പിന്നെ ശ്രീനി സാർ ഏർപ്പാടാക്കിയത്, പിന്നെ അമ്പലത്തിൽ വെച്ചിട്ട്, പിന്നെ വീട്ടിൽ വെച്ചിട്ട്, അപ്പോൾ 4 തവണയായില്ലേന്ന് പറയും. ഓ, അത് ശരിയാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ താലിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് വിക്രം പറയും. അത് ശരിയാ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹമല്ലേ വലുത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നീ ഇങ്ങനെയാണോ പറയുന്നത്? ഇതേപോലെ അല്ലല്ലോ പറഞ്ഞത്. താലിയുടെ മഹാത്മ്യം പറഞ്ഞ എന്നെ പിടിച്ചു നിർത്തി ക്ലാസ് എടുത്തിട്ടുള്ള ആളല്ലേ നീ ചോദിക്കാൻ കേട്ടോ. അന്ന് അങ്ങനെയൊക്കെ തോന്നി, മുത്തശ്ശേരിയെ കീഴിൽ അന്ന് അങ്ങനെ ജീവിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയട്ടോ. ഓ, നന്നായി മുത്തശ്ശി മദ്രാസിൽ തന്നെ താമസാക്കിയത്, അല്ലാന്നുണ്ടെങ്കിൽ നീ വലിയൊരു മഹിളാ രത്നമായി മാറിയനേന്ന് പറയട്ടോ. മുത്തശ്ശിനെ കളിയാക്കൊന്നും വേണ്ട. അപ്പം അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യർ തമ്മിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞത് വിക്രമിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറയും. അന്നേരം വിക്രം ഇങ്ങനെ ചപ്പാത്തി ചൂടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തല പൊന്തിച്ച് ഇങ്ങനെ വേദനോട് സംസാരിക്കുന്നുണ്ട്. വേദ വെജിറ്റബിൾ അരിയുന്നുണ്ട്. അന്നേരം വിക്രം പറയാണ്, അതേ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടോ വെജിറ്റബിൾ കുറുമ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കറിയാക്കണോ, അരിഞ്ഞ് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം വേദ പറയാം, ഇപ്പം അരിയാന്ന് പറഞ്ഞാൽ സ്പീഡിൽ അരിയാണ് കേട്ടോ. സ്പീഡിൽ അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ വേദന കൈ മുറിയാണ്. കൈ മുറിഞ്ഞ് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ഓടി വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വിരൽ പിടിച്ചിട്ട് വായിൽ വെക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് കളയാനായിട്ട്. അപ്പോഴേക്കും വേദ പറയാം, എന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അല്ല, കുഞ്ഞുനാളിൽ അമ്മ ഇങ്ങനെയാണ് കൈ മുറിഞ്ഞ ചെയ്യുക, പിന്നെ ഇനി എൻ്റെ കൈ സെപ്റ്റിക് ആയിട്ട് വിരൽ മുറിച്ച് കളയേണ്ടി വരും, ഒന്ന് പോയിട്ട് ഒരു തുണി എങ്ങാനും എടുത്തുകൊണ്ട് വന്നേന്ന് പറയട്ടോ. അപ്പോൾ വിക്രത്തിന് വലിയ വിഷമമാവാണ്ട് വേദ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോയിട്ട് വേഗം ഒരു തുണി കഷ്ണം എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് കൊണ്ടുവച്ചിങ്ങാണ്ട് കൈയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് കെട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണേ. അന്നേരം വിക്രമിൻ്റെ മുഖത്ത് വിഷമം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം. വേദ ഇങ്ങനെ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമ പോയിക്കോ, ഞാനിതൊക്കെ അരിയട്ടെ എന്ന് പറയുകയാണേ. വിക്രം പുറത്തേക്ക് പോകും. വേദ ഇങ്ങനെ അതൊക്കെ അരിയാണ്. അതിനുശേഷം വിക്രമ പുറത്ത് വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു പാറപ്പുറത്ത് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, പറയേ. അതല്ല, അത് പിന്നെ പറയ് വിക്രം എന്ന് പറയട്ടോ. അപ്പം നിൻ്റെ കൈ മുറിഞ്ഞ് സെപ്റ്റിക്കായി മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം എനിക്കത് ആലോചിച്ചപ്പോൾ വല്ലാത്ത സങ്കടം വന്നു. അയ്യേ വിക്രം, ഇത്രയ്ക്ക് ക്രിഞ്ചാണോ? ഞാനത് തമാശ പറഞ്ഞതല്ലേ. എൻ്റെ വിരലേ ഇവിടെ തന്നെയുണ്ട്, ഒരിക്കലും പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിരൽ മുറിഞ്ഞു പോകുന്നുള്ളത് കേട്ടപ്പോഴാണ് കേട്ടോ വിക്രമിന് സങ്കടമായത്. അങ്ങനെ വേദ പറയാണ് കേട്ടോ, അയ്യേ ഇങ്ങനെയൊക്കെയാണോ വിക്രം എന്ന് പറയാൻ കേട്ടോ. ഓ, മനസ്സിലുള്ള ഫീലിങ്സ് പറഞ്ഞാൽ സെൻറ്റിയായി ക്രിഞ്ചായി എന്ന് പറയും. ഓ, എന്നാലേ വിക്രം സെൻറ്റി അടിക്കണ്ട. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കവിതയാണെന്ന് പറയാം. കവിതയോ എന്ന് ചോദിക്കണ്ട. ഒരു കവിത കോളേജിൽ ഭയങ്കര ഹിറ്റായിരുന്നു അത്. അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള കവിതയാണ്. ആണോ? എന്നാൽ പാട് എന്ന് പറയും കേട്ടോ. അതെ, എനിക്ക് അത്ര മുഴുവൻ വരികളൊന്നും അറിയില്ല, കുറച്ച് വരികളെ അറിയുള്ളൂ എന്ന് പറയാം കേട്ടോ. മതി, പറയ് എന്ന് പറയട്ടോ. അങ്ങനെ കവിത പറയാണ് കേട്ടോ. ഒരു മയിൽപ്പീലിനെ കുറിച്ചിട്ടുള്ളൊരു കവിതയാണ്. ഒരു മയിൽപ്പീലി തുണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു, അവളത് ബുക്കിൻ്റെ ഉള്ളിൽ വച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിതയാണ്. പിന്നെ ആരും കാണാതെ രാത്രി പതുങ്ങി വന്ന് ആ മയിൽപ്പീലി എടുത്ത് നോക്കി, ആകാശത്തിൻ്റെ രശ്മികൾ ഏൽക്കാതെ, ആകാശവും ഭൂമിയും കാണാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കവിതയാണ്. എന്നിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ ബുക്കും താളുകളും ഇല്ല, മയിൽപ്പീലി മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കവിത. അന്നേരം വിക്രം പറയാം, ഇത് അടിപൊളി കവിതയാണല്ലോ പറയാം കേട്ടോ. ഇനിയുണ്ടൊരു വരി. എന്ത് വരി ചോദിക്കാണ് കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. കവളത്ത് പിടിച്ചിങ്ങാണ്ട് വിക്രമിനെ ചേർത്ത് പിടിച്ച് കവളിൽ പെട്ടെന്ന് ഒരു ഉമ്മ കൊടുക്കുകയാണ്. പ്രണയിക്കാൻ അറിയാത്ത ഒരു കവിയുടെ സമ്മാനമാണെന്നും കൂടി ഒരു വരി ഉണ്ടെന്ന് പറയാം കേട്ടോ. ഈ ഒരു ഉമ്മയിൽ എല്ലാ പ്രണയവും വരുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേദന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിക്രമിനോട്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേദനയോട് അങ്ങോട്ട് ഒരു പ്രണയവും സ്നേഹമൊക്കെ ആയൊരു സമയത്ത് വരികയാണേ.
എന്നിട്ട് വിക്രം വേദന കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, പ്രണയം എന്തെന്ന് അറിയാത്ത ഈ തമ്മാടിയെ പ്രണയിക്കാൻ പഠിപ്പിച്ചവളാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ രണ്ടുപേരും അങ്ങനെ കുറച്ച് നേരം റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രം പാറപ്പുറത്ത് കിടക്കുകയാണ്. പാറപ്പുറത്ത് കിടക്കുമ്പോൾ വേദയും കൂടെ കിടക്കുകയാണ്, നെഞ്ചിൽ ചേർന്ന് പറ്റി പിടിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം അങ്ങനത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു തമ്മിലുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആകാശത്തേക്ക് നോക്കി പിന്നെ വേദന മുഖത്തേക്കൊക്കെ നോക്കി പ്രണയത്തോടു കൂടി കിടക്കുന്ന സമയത്ത് ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങളൊക്കെ കാണാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പ്രണയിച്ച് കിടക്കാനും കിടക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് സമരമാണ് കേട്ടോ തുടങ്ങുന്നത്. സമരം തുടങ്ങുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ മേരി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് അനുകൂലിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് പേടിയുണ്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നാലും നമ്മൾ അധ്വാനിക്കുന്ന തുക അയാളെ കൊണ്ട് തീറ്റിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാലും ഉള്ള ജോലി പോകുമോ മേരി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പേടിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാകൂല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗരാഹു ആണെന്ന് പറയട്ടോ. ഗരാഹു ഞാൻ അച്ഛനോട് സംസാരിച്ചു, അച്ഛൻ വരെ പറഞ്ഞു യേശു ക്രിസ്തു വരെ ചാട്ടാവാർ എടുത്തിട്ടില്ലേന്ന് എന്ന് പറയാണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മേരി കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഗരാഹു എന്ന് പറഞ്ഞാൽ ആക്രമിക്കാന്നാണോ? ആക്രമിക്കൊന്നുമല്ല, നമ്മളൊരാളെ തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല, പിടിച്ചു നിർത്തും ബലമായിട്ട്. ചുറ്റിനും ആൾക്കാർ കൂടി അങ്ങനെ അയാൾ അവിടെ നിർത്തണം, എനങ്ങാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുകയാണ്. അതിനുശേഷം മേരി കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട്, ആഹാ ചേച്ചി മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ? വാഗത്താനന്ദൻ്റെ നോവലിൽ ഇങ്ങനെ ചില മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോഴേക്കും ജോബി വരികയാണ് കേട്ടോ. ജോബിക്ക് എന്നുവെച്ചാൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് സമരവും കാര്യങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ അവരൊക്കെ എഴുന്നേക്കാണ് കേട്ടോ. അപ്പോൾ ജോബി ചോദിക്കുക, എന്താ സമരമാണോ? അതെ സമരം തന്നെയാണ്. ഗരാവോ? ആരെ? എന്നെയാ? ഇത് വന്ന വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വേദന നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അതിന് ശേഷം ജോബി പറയും, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അതെ, ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഏക അവകാശം എനിക്കാണ്. അപ്പോൾ മാനേജറായി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അഫിഡവിറ്റിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സമരം ഒന്നും നടത്താൻ പാടില്ല, യൂണിയൻ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വേദ പറയുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ വേദ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയണത് കേൾക്കുമ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ അത്ഭുതമാവാണ് കേട്ടോ. വേദ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണെന്നുള്ള കാര്യം മേരിക്ക് പോലും അറിയില്ല. അങ്ങനെ മേരി വരെയും അന്തം വിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, നമ്മുടെ ജോബി പറയുകയാണേ, നിങ്ങളെ ഈ രക്ഷകയായിട്ട് വന്നിട്ടുള്ള ഇവളാരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നാട്ടിൽ ഒരു കൊല ചെയ്തിട്ട് മുങ്ങി നടക്കുന്ന കക്ഷികളാ ഭാര്യയും ഭർത്താവും എന്ന് പറയുകയാണേ. പെട്ടെന്ന് അവിടെ ഉള്ളവരൊക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. മേരിയാണെന്നുണ്ടെങ്കിൽ വേദന തന്നെ നോക്കി നിൽക്കുകയാണേ. അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. വേദയാണെന്നുണ്ടെങ്കിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയും, പ്രേമിച്ച് ഒളിച്ചോടി പോകുന്നതൊക്കെ വെറുതെ പറഞ്ഞതാ, ഇവർ പ്രേമിച്ച് ഒളിച്ചോടി പോകുന്നതൊന്നുമല്ല, കൊലപാതകം നടത്തിയിട്ട് പോകുന്നതാ. ഇവളുടെ കൂടെ ഉള്ളതല്ലേ ഇവളുടെ ഭർത്താവ്, അവനാണ് കൊല ചെയ്തത്. എന്നിട്ട് നാട് വിട്ട് നിൽക്കുക, പോലീസ് അന്വേഷിക്കുന്ന പ്രതികളാണ് ഇവർ. ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇവർക്ക് ആർക്കും കാര്യം മനസ്സിലാവാതെ മേരിയും മറ്റുള്ള തൊഴിലാളികളൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. ജോബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കാൻ പോവുകയാണ്, ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാകൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഏതോ ഒരു പോലീസുകാരനെ വിളിക്കാൻ കേട്ടോ. ജോബിയുടെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരെ. എന്നിട്ട് പറയുന്ന, നാട്ടിൽ നിന്ന് മല കയറിയിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ട്, കൊല ചെയ്തിട്ട് മുങ്ങി വന്നിട്ടുള്ളവരാണ്. സാറെന്തായാലും ഉടനെ തന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ശരി ഞാൻ ഉടനെ തന്നെ വരാമെന്ന് അതിൽ ഫോണിൽ കൂടെ പോലീസുകാരൻ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വേദന ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. മേരിക്കാണെന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. മേരി ഈ വേദന തന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോല് കാണിച്ചിട്ടുള്ളത് കുറച്ച് വേദനയും വിക്രമിൻ്റെയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് കുറച്ച് പുതിയ കഥാപാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ വെച്ച് നടത്തുന്ന ഒരു വിവാഹം കാണിക്കുന്നുണ്ട് കേട്ടോ. അത് പുതിയ കഥാപാത്രങ്ങൾ തന്നെയാണ്. അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയും പിന്നീട് ആ പെൺകുട്ടിയുടെയും ചെക്കൻ്റെയും വീട്ടുകാരുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിലും വിക്രമും വേദയും ഇടപെടുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.